സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബസ്ഥരായ 2 വ്യക്തികൾ, ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകുന്നത്. ഇന്നത് വളരെ പ്രചാരത്തിലുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ കുടുംബജീവിതവും ഈ തൊഴിൽ ജീവിതവും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത്? ആ വിഷയമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വളരെ പോസിറ്റീവ് വൈബുള്ള 4 ദമ്പതികളാണ് നമ്മുടെ ഇടയിലുള്ളത്. നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം. യെസ്, എന്താ പേര്? ബിനീഷ് അഗസ്റ്റിൻ. ബിനീഷ് അഗസ്റ്റിൻ. ഓക്കെ, എവിടുന്ന് വരുന്നു? കോഴിക്കോട്. കോഴിക്കോട്. എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ് ചെയ്യുന്നത്. ബിസിനസ്സാണ്, സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യാണ് അല്ലേ? ഓക്കെ, എത്ര വർഷമായി? കുറേ വർഷങ്ങളായോ ബിസിനസ്? അത് ജോലിയായിരുന്നോ? കുറെ കാലമായിട്ട് ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിലും ഡൽഹിയിലൊക്കെ ആയിരുന്നു. നാട്ടിലോട്ട് വന്ന് ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി ബിസിനസ് മേഖലയിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ്. ഓക്കെ, ഗുഡ്. എന്റെ പേര് ഷാലറ്റ്. ഷാലറ്റ്, ഓക്കെ. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 15 വർഷമായി. 15 വർഷമായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യാണ്. അതെ അതെ അതെ. ഓക്കെ, നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് എത്ര വർഷമായി? അതും 15 വർഷമായി. ഓ, അതും 15 വർഷമായി. അപ്പൊ ഈ പ്രൊഫഷണൽ ലൈഫും മാരീഡ് ലൈഫും രണ്ടും 15 വർഷമാണ് ഷാലറ്റിനെ സംബന്ധിച്ച് അല്ലേ? ഓക്കെ, മക്കള് 3 പേരുണ്ട്. 3 പേരുണ്ട്. ഓക്കെ, അപ്പൊ ബിനീഷിനും ഷാലറ്റിനും നമ്മുടെ ഈ ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ പേര്? എന്റെ പേര് ജോജിഷ് ജോസഫ്. ജോജിഷ് ജോസഫ്. എവിടുന്ന് വരുന്നു? കളമശ്ശേരി. കളമശ്ശേരി. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാനൊരു സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് ആണ്. ആഹാ, എന്ത് തരം സയന്റിസ്റ്റ് ആണ്? നാവികസേനയ്ക്ക് വേണ്ട ചില എക്യുപ്മെന്റുകൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു ലാബാണ് DRDO. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ചെയ്യുന്നത് അല്ലേ? അതെ, ഒരു ശാസ്ത്രജ്ഞനായിട്ട്. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. എന്റെ പേര് റീനു ജോജിഷ്. റീനു ജോജിഷ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ +2 ടീച്ചറാണ്. +2 ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. 17 വർഷമായിട്ട്. മക്കൾ 3 പേര്. 3 പേരുണ്ട്. അപ്പോൾ ജോജിഷിനും റീനുവിനും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഓക്കെ, നിങ്ങൾ കണ്ട തന്നെ വളരെ ചെറുപ്പക്കാരെ പോലെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? ചെറുപ്പക്കാരാണ് പോലെയല്ല, ചെറുപ്പക്കാരാണ്. ഓക്കെ, എന്താ പേര്? എൻ്റെ പേര് റോബി. റോബി. ഞാൻ ഇൻഫന്റ് ജീസസ് അങ്കമാലി കിടങ്ങൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, കിടങ്ങൂരിൽ നിന്ന് വരുന്നു. എന്താ ചെയ്യുന്നത്? എനിക്ക് ബിസിനസ് ആണ്, ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്. എത്ര വർഷമായി ഈ ബിസിനസ് രംഗത്ത്? ഈ ബിസിനസ് രംഗത്ത് ഞാൻ ശരിക്കും 27 കൊല്ലമായിട്ട്. 27 വർഷമായിട്ട് ഈ ബിസിനസ് രംഗത്ത് ഒരു ബിസിനസ്മാൻ ആണ് അല്ലേ? ഓക്കെ, നല്ല കാര്യമാണ്. നമുക്ക് ഡിസ്കഷൻ വളരെ ഗുണകരമായ ഒരു പ്രൊഫഷനാണ്. ഓക്കെ, കൊള്ളാം, ഗുഡ്. ഭാര്യയുടെ പേര്? എൻ്റെ പേര് ഷെറിൻ റോബി. ഷെറിൻ. ഓക്കെ, ഷെറിന് ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. അങ്ങനെയുള്ളവരെയും നമുക്ക് ഈ ചർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഓക്കെ, വെരി ഗുഡ്. എത്ര മക്കളുണ്ട്? 2 മക്കള്. 2 മക്കൾ. കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലം. 20 വർഷമായിട്ട്. അപ്പോൾ അവരെക്കാൾ സീനിയറാണ് നിങ്ങൾ, 20 വർഷം. ഓക്കെ, അപ്പോൾ റോബിക്കും ഷെറിനും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ലിജോ ജെയിംസ്. ലിജോ, എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയർ
വർക്കിംഗ് ഫ്രം ഹോം Yes, അല്ലേ? yes. കൊള്ളാം. നേരത്തെ അവിടെ പോയി ജോലി ചെയ്തിരുന്ന ആളാണോ? ഞാൻ ദുബായിലായിരുന്നു. ആ Okay. സെയിം കമ്പനി തന്നെ സെയിം വർക്ക് ഫ്രം കമ്പനി ഹോം ആയിട്ട് വീട്ടിൽ നിന്ന് ജോലി ജോലി ചെയ്യുന്നു. ചെയ്യുന്നു. Yes. വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, എവിടുന്ന് വരുന്നേ? ഞാൻ അങ്കമാലി തുറവൂർ തുറവൂരടവെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ, ഗുഡ്. ലിജോ ആൻഡ് വൈഫിന്റെ പേര്? എൻ്റെ പേര് ഗ്രേഷ്മ എന്നാണ്. ഗ്രേഷ്മ. ഓക്കെ, ഗ്രേഷ്മ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ഇവിടെ അടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 എഞ്ചിനീയറിംഗ് പ്രൊഫസേഴ്സ് ആണുള്ളത് അല്ലേ? ഓക്കെ, കൊള്ളാം, ഗുഡ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 14 വർഷം. 14 വർഷം. അപ്പം നമ്മുടെ ഇടയിൽ നിങ്ങളാണ് ഏറ്റവും ജൂനിയർ മോസ്റ്റ് കപ്പിള്. ഓക്കെ, ഗുഡ്. മക്കള്? ഞങ്ങൾക്ക് 4 പേരുണ്ട്. 4 പേരുണ്ട്. ഓക്കെ, സന്തോഷമായിട്ട് പോകുന്നല്ലേ? സന്തോഷം. ഓക്കെ, അപ്പം ലിജോയ്ക്കും ഗ്രേഷ്മയ്ക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പണ്ടത്തെ മാതിരിയല്ല ഇപ്പോഴത്തെ കുടുംബങ്ങളൊക്കെ, വളരെ വ്യത്യാസമായി. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ട് കൃഷി ചെയ്തൊക്കെ ജീവിച്ചിരുന്നത്. കൃഷി ചെയ്ത് ജീവിച്ചിരുന്നപ്പോൾ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയൊക്കെ ഒരേ വീട്ടിൽ തന്നെ ദീർഘസമയം പരസ്പരം കണ്ടിരുന്നു, പരസ്പരം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു, അങ്ങനെ ഒത്തിരിയേറെ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 പേരും 2 സ്ഥലത്ത് ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ കുടുംബജീവിതവും ഈ ഭാര്യ ഭർത്തൃ തൊഴിൽ ജീവിതവും എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം? നല്ല കപ്പിൾസാണുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവരോട് തന്നെ ചോദിച്ച് നമുക്ക് ഈ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാം. യെസ്, ആദ്യം തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റിനോട് ചോദിച്ചളയാം അല്ലേ? എത്ര വർഷമായി ജോലി? കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ജോലി ഉണ്ടോ? കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ജോലിയുണ്ട്. സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് 2011. ഓക്കെ, അപ്പം അന്ന് തുടങ്ങി ജോലി. 2 പേരും കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ജോലി ചെയ്യുന്നവരാണ് അല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും ഒരു കുടുംബത്തിൽ 2 പേരും ജോലിക്ക് പോകുന്നതാണോ നല്ലത്? അതോ ഒരാൾ വീട്ടിലിരിക്കുകയും, ആര് വീട്ടിലിരിക്കുന്ന കാര്യം പിന്നെ തീരുമാനിക്കാം, പക്ഷെ ഒരാൾ വീട്ടിലിരിക്കുകയും ഒരാൾ ജോലിക്ക് പോവുകയും അങ്ങനെയൊക്കെ ചെയ്താൽ കുടുംബം കുറച്ചും കൂടി ബെറ്ററായി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ 2 പേരും ജോലിക്ക് പോകുന്നതാണ് നല്ലത്. കാരണം 2 പേർക്കും അവരുടേതായ വ്യത്യസ്തമായ താല്പര്യങ്ങളും അഭിരുചികളും കഴിവുകളും ഒക്കെ ഉണ്ട്. അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഓരോരുത്തർക്കും ജോലിക്ക് പോകുമ്പോൾ ലഭിക്കും. ഓക്കെ, അപ്പോൾ വ്യക്തികൾക്ക് വളരാനായിട്ട് നല്ലത് ജോലിക്ക് പോകുന്നതാണ്. അതെ അല്ലെ? 2 പേരും ജോലിക്ക് പോകുന്നതാണ്. ഒരാൾ ജോലിക്ക് പോവുകയും മറ്റേ ആൾ വീട്ടിലിരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കഴിവുകൾ വളരുന്നില്ല. ഇല്ല അല്ലേ? ശരിക്കും ജോജിഷിന്റെ പേരൻസും അങ്ങനെ തന്നെയായിരുന്നോ? എന്റെ പേരൻസും അങ്ങനെ തന്നെയായിരുന്നു. അവർ 2 പേരും വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് വീട്ടിലൊരു കുറവ് തോന്നിയിട്ടില്ല? ഇല്ല, എനിക്കൊരു കുറവും തോന്നി. നിങ്ങൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാവില്ലല്ലോ? അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ ചില സമയങ്ങളിലും ഉണ്ടാവില്ല, ചില സമയങ്ങളിലും ഉണ്ടാവും. പിന്നെ എനിക്ക് കുറച്ച് നാള് ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ? ഒരു അപ്പൊ ജോജിഷിന്റെ അഭിപ്രായത്തിൽ 2 പേരും ജോലിക്ക് പോകുന്നതാണ് നല്ലത് അല്ലേ? ഇതേ അഭിപ്രായം തന്നെയായിരിക്കും റീനുവിന്റെ അഭിപ്രായം? അതേ വ്യത്യാസമാണോ? എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. കാരണം ഞാൻ കണ്ടു വളർന്നതും അങ്ങനെ തന്നെയാണ്. എൻ്റെ പേരൻസും 2 പേരും വർക്കിംഗ് ആണ്. അതല്ലേ? മമ്മി ടീച്ചറായിരുന്നു, പപ്പ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പൊ കല്യാണം കഴിക്കണേക്കാൾ മുമ്പേ തന്നെ തീരുമാനിച്ചിരുന്നു ജോലിക്ക് പോകണമെന്ന്? അതെ അതെ. കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല, അല്ലേ? ജോലി ചെയ്യുന്നതാണ് സന്തോഷം. കാരണം ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൈബ്രന്റ് ആയിട്ട് ഇരിക്കാൻ നല്ലത് എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്നതാണ്. അല്ല, അപ്പൊ വീട്ടിലെ മക്കളും ഈ മക്കളെ വളർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പം അത്ര സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. പേരൻസിന്റെ സപ്പോർട്ട് വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങൾ 2 പേരും ജോലിക്ക് പോയാൽ കുറച്ചും കൂടി കുടുംബത്തെ നോക്കാനായിട്ട് അവരുടെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് വ്യക്തികൾ വളരുമെന്നതാണ് പോയിന്റ്. ഓക്കെ, പക്ഷെ ഇവിടെ റോബി ഒരു ബിസിനസ്സുകാരനാണ്. ഷെറി ജോലിക്ക് പോകുന്നില്ല അല്ലെ? ഷെറിയുടെ അഭിപ്രായത്തിൽ എന്താ? ജോലിക്ക് പോകണോ? അങ്ങനെ താല്പര്യമില്ല എന്ന് വെച്ചാൽ മക്കള് വരുമ്പോ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനും. അതെ, അതായത് ഇപ്പൊ നമ്മള് ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ നമ്മൾ ഫുൾ ടൈം അവൈലബിലിറ്റി അല്ലെ? നമ്മൾ സംലഭ്യരായിരിക്കും. ഭർത്താവിന് സംലഭ്യരായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് സംലഭ്യരായിരിക്കും. അത് വളരെ നല്ലൊരു കാര്യമല്ലേ? ഹസ്ബൻഡ് വരുമ്പോഴും വൈഫ് പിള്ളേരുകൾ വരുമ്പോഴും നമ്മള് അങ്ങനെ അവരുടെ കൂടെ ഉണ്ടാവുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അതെ അതെ. അപ്പോൾ ഷെറിയുടെ അഭിപ്രായത്തിൽ ജോലിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് ഭാര്യ ജോലിക്ക് പോകാതിരിക്കുന്നതാണോ ഭർത്താവ് ജോലിക്ക് പോകാതിരിക്കുന്നതാണോ നല്ലത്? ഏതാ? അത് ഭാര്യയാവും നല്ലത്. അതെ, എന്താണ് ഭാര്യ? ഭർത്താവിന് വീട്ടിലിരുന്നാ പോരെ? അതല്ല, മക്കൾക്ക് കൂടുതൽ അമ്മമാരോടുള്ള ഒരു ഇത് വരാം. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ വന്നിരിക്കുന്ന കാര്യമല്ലേ? ഭർത്താവിന് വീട്ടിലിരുത്തിയിട്ട് ഭാര്യ ജോലിക്ക് പോയിട്ട് വന്ന് ഭർത്താവ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ ഒരു ഹോം മേക്കറായിട്ട് ഭർത്താവിനെ കാണാൻ പറ്റത്തില്ല? അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മളല്ലേ? ഓക്കെ. അപ്പോൾ ഷെറിയുടെ അഭിപ്രായത്തിൽ ഭാര്യ വീട്ടിലിരിക്കുന്നത് നല്ലത്. ഓക്കെ, റോബിയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. കാരണം എൻ്റെ പാരൻസിന് 2 ആൾക്കും ജോലി ഉണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ ചോദിച്ചതുപോലെ ഞങ്ങൾ മക്കളായിരുന്ന സമയത്ത്
അമ്മയ്ക്കും ജോലി കഴിഞ്ഞു വരുന്നതിന് മുമ്പേ ഞങ്ങൾ വന്നിരുന്നു. ഓവാ. അപ്പൊ അപ്പൊ വീട്ടിൽ ആരുമില്ല? ആരുമില്ല. ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് പാരൻസും ഉണ്ടായിരുന്നില്ല, എല്ലാവരും മരിച്ചു പോയിരുന്നു. പിന്നെ അമ്മയുടെ ജോലിയുടെ ഭാഗമായി ഞങ്ങൾ മാറി താമസിച്ചിരുന്ന ആൾക്കാരാണ്. അതെ. ഫാദർ ആണെങ്കിൽ ഒരു മിലിറ്ററി പേഴ്സൺ ആയിരുന്നു. ഓക്കെ. അപ്പൊ അദ്ദേഹവും അവിടെ ഇല്ല. ശരി. അപ്പൊ അമ്മയില്ലാതെ ഞങ്ങള് വന്നു കഴിയുമ്പോൾ ഞങ്ങള് ഒത്തിരി ഏകാന്തത, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നമ്മുടേതായ ഇഷ്ടങ്ങൾ ആ ചെറുപ്പകാലത്ത് എല്ലാം നടന്നിരുന്നെങ്കിലും. അതെ അതെ. വീട്ടിൽ നമ്മള് പഠനം കഴിഞ്ഞ് വരുമ്പോ, സ്കൂൾ വിട്ട് വരുമ്പോ ഒരാളവിടെ ഉണ്ട്, നമ്മളൊന്ന് കെയർ ചെയ്യാനായിട്ട്, അല്ലെ? ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഗ്രാൻഡ് പേരൻസ് അങ്ങനെയൊക്കെ പ്രസന്റ് ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടില്ല? ഐ മീൻ റോബിൻ ആരെയും അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിവാഹത്തിന് മുമ്പേ ജോലി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതെ. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ മക്കൾക്ക് എനിക്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ ചേട്ടന് എൻ്റെ സിസ്റ്ററിന് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും ചർച്ചയിൽ വന്നിട്ടില്ലെങ്കിലും പലപ്പോഴും ആലോചിച്ച് ഞാൻ എടുത്തൊരു തീരുമാനം, ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മക്കളുടെ കാര്യങ്ങളിൽ വളരെ. അപ്പോൾ ജോലി ഇല്ലാതെ ഭാര്യ, ഭർത്താവ് ആരെങ്കിലും ആവട്ടെ, ഒരാൾ വീട്ടിലുള്ളത് മക്കളെ കെയർ ചെയ്യാനായിട്ട്, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഭംഗിയായി ചെയ്യാനായിട്ട് സഹായകരമായി തീരുമെന്നാണ് തോന്നുന്നത്, അല്ലേ? അതെ, അതാണ് അഭിപ്രായം. ഓക്കെ, കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ലിജോ ആൻഡ് പേര് ഞാൻ ഗ്രേഷ്മ. ഓക്കെ. എൻ്റെ അഭിപ്രായം രണ്ടുപേരും ജോലിക്ക് പോകണമെന്ന് തന്നെയാണ്. രണ്ടുപേരും ജോലിക്ക് പോകുന്ന നല്ലത്. പക്ഷെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവാസ ജീവിതമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അവിടെയായിരുന്നു, വിദേശത്തായിരുന്നു, അല്ലേ? അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ജോലിക്ക് പോകേണ്ട സാഹചര്യം പോകേണ്ട വന്നില്ല. ഐ മീൻ ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. ആരും പിന്തുണയ്ക്കാനില്ലാതിരുന്നതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകാതെ ഭാര്യ വീട്ടിലിരുന്നു. അല്ലെ? അങ്ങനെ എത്ര വർഷം ഇരുന്നു? ഞാനൊരു 11 വർഷം. അങ്ങനെ 11 വർഷം. കല്യാണം കഴിഞ്ഞ് 11 വർഷക്കാലം ജോലിക്ക് പോയില്ല? കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. വീട്ടിലെ സാഹചര്യം, പ്രത്യേകിച്ച് മക്കളെ കെയർ ചെയ്യാനായിട്ട് ഞാനൊരു 11 ഇയേഴ്സ് വീട്ടിലിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നപ്പോ ആൾക്ക് വർക്ക് ഫ്രം ഹോം ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഐ സ്റ്റാർട്ടഡ്. ശരി. അപ്പൊ ഭർത്താവ് വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോ ഭാര്യ പുറത്തു പോകാൻ തുടങ്ങി, അല്ലേ? അത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ രണ്ടിനും ബാലൻസ് ചെയ്ത് പോകും. അതായത് രണ്ടും സപ്പോർട്ടാണ്. അതായത് ജോലിക്ക് പോകണം എന്ന് തന്നെയാണ്, പക്ഷെ എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്. കുടുംബത്തിനൊരു കുറവും വരാതെ ജോലിക്ക് പോകുന്നതാ നല്ലത്, ശരിയല്ലേ? അങ്ങനെ കുറവ് വരാതെ പോകാൻ പറ്റുമോ? നിങ്ങൾ ജോലിക്ക് പോകുന്നത് ഇപ്പൊ പുറത്തു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വീട്ടിനകത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ കുറച്ചും കൂടി വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവാം. വീടിന് പുറത്ത് പോകുമ്പോൾ വേറൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അതുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് ഒരിക്കലും ഒരു ഹിൻഡ്രൻസ് വരുന്നില്ല. അപ്പൊ പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് നിങ്ങളുടെ അനുഭവം, അല്ലെ? ഇനി അങ്ങനെ പറ്റാതെ വന്ന സന്ദർഭത്തിൽ നിങ്ങൾ പ്രൊഫഷണൽ ലൈഫ് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഫാമിലി ലൈഫിന് പ്രയോറിറ്റി കൊടുത്തു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നില്ല എങ്കിൽ ജോലിക്ക് പോകാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും, ഒരാൾ ബിസിനസ്, ഒരാൾ ജോലിയാണ്. യെസ്, ഈ കോമ്പിനേഷനിൽ എന്ത് പറയുന്നു ബിനീഷ്? വളരെ മനോഹരമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വർക്ക് ലൈഫ്, ഫാമിലി ലൈഫും വർക്കും ഫാമിലിയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടാണ്, അല്ലേ? ശരി. അല്ല, രണ്ടുപേരും ജോലിക്ക് പോകണോ? തീർച്ചയായിട്ടും പോകണം. അതിന് അതായത് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും നന്നായി എക്സ്പ്രസ് ചെയ്യുന്നതും സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഷാലറ്റിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഭർത്താവ് കൂടെ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത്? അല്ല, ഭർത്താവ് കൂടെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ഭർത്താവ് കറങ്ങി നടക്കുമ്പോ ഭാര്യ തനിച്ച് വീട്ടിലിരിക്കണത്, കറങ്ങി നടക്കാൻ ഉദ്ദേശിച്ച് ജോലിക്കായിട്ടൊക്കെ പോകുമ്പോ, അല്ലേ? ഷാലറ്റ് വീട്ടിലിരിക്കുമ്പോൾ ഷാലറ്റിന് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി സമൂഹത്തെ കാണുകയും അവരോട് കൂടി ഇടപെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അത് കുടുംബത്തിന് തന്നെയാണ് അത് ഗുണപ്പെടുന്നത്. കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും പാരന്റിങ് ചെയ്യുന്നതിൽ എല്ലായിടത്തും നമ്മൾ സമൂഹ ജീവികളാണ്. അപ്പോൾ ജോലി എന്ന് പറയുന്നത് സോഷ്യലൈസേഷന്റെ ഒരു ഭാഗമാണ്, അല്ലേ? അപ്പോൾ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും, വ്യത്യസ്ത എക്സ്പീരിയൻസ് കിട്ടും. അതൊക്കെ നമ്മുടെ കുടുംബത്തെയും എൻറിച്ച് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് ബിനീഷിന്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും ജോലിക്ക് പോകണം. തീർച്ചയായിട്ടും അതാണ് അഭിപ്രായം, അല്ലേ? ഓക്കെ. ഭാര്യയ്ക്കും ഭർത്താവിനും അത് താല്പര്യമാണെങ്കിൽ, രണ്ടുപേരും താല്പര്യപ്പെടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം, പോകുന്നത് ഗുണകരമാണ്. ഓക്കെ, എന്ത് പറയുന്നു നമ്മുടെ അസോസിയേറ്റ് പ്രൊഫസർ? എൻ്റെ അഭിപ്രായത്തിൽ ഈ ജോലി ചെയ്യുക എന്നുള്ളത് ഒരാളുടെ താല്പര്യമാണ്. അതായത് എനിക്ക് 100% ജോലി ചെയ്യണോ എന്ന് ചോദിച്ചാൽ 100% ജോലി ചെയ്യുന്നതിൽ വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഈ പറഞ്ഞതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങുകയും ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാനും വളരെ താല്പര്യമുള്ള ആളാണ്.
ഞാൻ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഈ എൻ്റെ പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. വീട്ടിലൊരു ഫുൾ ടൈം സെർവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേരൻസിൻ്റെ അഭാവം ചെറുപ്പത്തിൽ ഞാൻ ഒരു പരിധിവരെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അത് മെറിറ്റായി എടുത്തിട്ടുള്ള ആളാണ്. കാരണം ഞാനൊരു 100% ഇൻഡിപെൻഡൻ്റ് ആയ ആള് പലപ്പോഴും ഇവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്നല്ല, അവരുടെ ലൈഫ് അല്ല, അവര് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ എന്താ പറയാ ഇടപെട്ടിട്ടില്ല. അവര് ജോലിക്ക് പോയിരുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടി. എനിക്ക് ഒരുപാട് സ്പേസ് ലൈഫ് കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ജോലി ഒരു നിർബന്ധമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ആണ്. അത് ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോലിക്ക് പോയാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അത് അതേസമയം പിള്ളേരുടെ കാര്യത്തിൽ നമുക്ക് ബാലൻസ്, ഞങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചേട്ടായിക്ക് രാവിലെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ടൈമിംഗ് ഓഫീസിലേക്ക് ഇറങ്ങണ്ടാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ബാലൻസ്. പക്ഷേ ഒരുപക്ഷെ രണ്ടുപേരുടെയും ടൈം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലാണെങ്കിൽ ഞാൻ ചിലപ്പം ജോലി വേണ്ട എന്ന് വെച്ചേനെ. കാരണം എനിക്ക് ആ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള പ്രയോറിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫാമിലി ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഇൻ കേസ് ഫാമിലി ലൈഫ് വളരെ ഇഫക്റ്റീവായിട്ട് നയിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എങ്കിൽ ചിലപ്പോൾ ഷാലറ്റ് ജോലിക്ക് പോവില്ല. കാരണം പിള്ളേർ സഫർ ചെയ്തുകൊണ്ട്, കാരണം അവരുടെ ബ്രിങ്ങിങ് അപ്പ് എന്ന് പറയുന്നത്. ഷാലറ്റ് ഒരു വ്യക്തിയല്ലേ? അതെ, അല്ല, ആ വ്യക്തി എന്ന നിലയിൽ ഒത്തിരിയേറെ കഴിവുകളുണ്ടല്ലോ. ആ കഴിവുകൾ സമൂഹത്തിനൊക്കെ വേണ്ടി ഗുണപ്രദമായി ഉപയോഗിക്കാൻ പാടില്ലേ? അല്ല, അത് ജോലിക്ക് പോയി തന്നെ ഗുണപ്രദമായി ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അവര് ഒരു ജനറേഷനിൽ ഒരു തലമുറയെ ഉണ്ടാക്കുന്ന ആൾക്കാർ. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ പല എൻഗേജ്മെന്റ്സ് ഉണ്ട്. അവിടെയൊക്കെ എനിക്ക് എന്റെ എക്സ്പോഷറിൽ ചെയ്യാം. ജോലി മാത്രമാണ് ഒരു എക്സ്പോഷറിന്റെ മേഖല എന്ന് ഞാൻ ചിന്തിക്കുന്നു. പലരും പറയുന്ന ഒരു കാര്യം, അവർ ഇത്രയും പഠിച്ചു അല്ലെ, ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു മേഖലയാണ് കരിയർ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈവൻ പ്രഗ്നൻസി എന്താ പറയുക, ഒരു മാതൃത്വം ഏറ്റെടുക്കാൻ തന്നെ വൈമുഖ്യം കാണിക്കുന്ന ചെറുപ്പക്കാരൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരോടൊക്കെ എന്തായിരിക്കും ഷാലറ്റ് പറയാൻ പോകുന്നത്? അതായത് എൻ്റെ രണ്ടാമത്തെ കാര്യം, എൻ്റെ 3 മക്കളുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ സിസേറിയൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച 4 മണി വരെ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രഗ്നൻസിയോ അതൊക്കെ ഓരോ വ്യക്തികൾ, എനിക്ക് അതൊരിക്കലും കുറച്ച് നാൾ ലീവ് എടുക്കേണ്ടി വരുമല്ലോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ 1.5 വർഷത്തോളം ലീവ് എടുത്തിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും ഇത് പറ്റുന്നില്ല. പക്ഷെ ഇത് എപ്പോഴും കപ്പിൾസിന് ഇടയിലുള്ള തീരുമാനങ്ങളും അവരുടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളൊരു ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായും അതെ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അവര് റെസ്റ്റ് പറഞ്ഞിരുന്നു കൊണ്ടാണ് നമ്മൾ എടുത്തത്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ലാസ്റ്റ് 3 ദിവസം മുമ്പ് വരെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വർക്ക് ചെയ്തു, കോളേജിൽ പോയി. അപ്പൊ അത് സാഹചര്യങ്ങൾ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് പ്രിയമുള്ളവർ, നമ്മൾ ഇപ്പൊ ഈ ചർച്ച ചെയ്തതിന്റെ വെളിച്ചത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട്. എങ്കിലും ഒരു കാര്യം നമുക്ക് തോന്നുന്നു, കുടുംബജീവിതം ഇന്ന് ജോലിയില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, സോഷ്യലൈസേഷൻ്റെ കാര്യങ്ങളുണ്ട്, വ്യക്തിയുടെ വളർച്ചയുടെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ജോലിക്ക് പോകുന്നതിൽ പൊതുവേ തെറ്റില്ല. എന്നാൽ ചിലപ്പോൾ ചിലവരുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടില്ല. മക്കളുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിൽ ഒരാൾ തൽക്കാലത്തേക്ക് ജോലിക്ക് പോകാതെ പിന്നീട് കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ ജോലിക്ക് പോകുന്ന രീതിയും വളരെ അഭികാമികരമാണ്. ഏതായാലും ജോലിയുള്ള രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നമുക്കിനി ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ പറഞ്ഞത് ജോലിക്ക് പോകുന്നത് ഗുണകരമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പുറത്തെ ഒരു ഫാമിലി ലൈഫുണ്ട്, അതോടൊപ്പം തന്നെ തൊഴിൽ ജീവിതമുണ്ട്. ഇത് തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും? നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഹൗ ഡു യു മാനേജ്? കാരണം നമുക്കറിയാം, ഒരു വീട്ടിൽ ഭർത്താവ് ജോലിക്ക് പോവുകയും ഭാര്യ വീട്ടിലിരിക്കുകയും ചെയ്യുമ്പോൾ കുറേയേറെ കാര്യങ്ങളിൽ ഒരു ബാലൻസ് അതുപോലെ തന്നെ വരാം. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭാര്യ നോക്കി നടത്തുന്നു, മക്കളുടെ പഠനം, അവരുടെ കാര്യങ്ങളൊക്കെ ഭർത്താവ് ജോലിക്ക് പോകുന്നു, പണം കൊണ്ടുവരുന്നു, കുടുംബം പോറ്റുന്നു, അങ്ങനെ ഒരു സ്കേമയുണ്ട്. പക്ഷേ ഇതിവിടെ ഒരു വ്യത്യസ്ത സ്കേമയാണ്. ഈ സ്കേമയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്? രണ്ടുപേരും ജോലിക്ക് പോകുന്ന, അതായത് മറ്റ് 3 ദമ്പതികളും എനിക്ക് തോന്നുന്നത് ഒരാളെങ്കിലും വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും ജോലിക്ക് പോകുന്ന, ഈക്വലി ജോലിക്ക് പോകുന്നത് നമ്മുടെ ജോർജിഷ് ആൻഡ് റീനു ദമ്പതികളാണ്. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ഹൗ ഡു യു ബാലൻസ് ഇറ്റ്? ഞങ്ങൾ ബാലൻസ് ചെയ്യുന്നത് 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്ത് കാര്യത്തിൽ? കുടുംബത്തിന്റെ കാര്യത്തിലും പ്രൊഫഷണൽ. പൊതുവേ മക്കളുടെ കാര്യമൊക്കെ ഭാര്യ ചെയ്യണമെന്നുള്ള അങ്ങനെ അതാണ് ശരിക്കും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞോ. വീട്ടിലെ ജോലി എന്ന് പറയുന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 2 പേർക്കും ഈക്വലായിട്ട് അവരുടെ കരിയറിനോടും വീട്ടിലും
സക്സസ്ഫുൾ ആവാനും ഉത്തരവാദിത്തോടു കൂടി ജീവിക്കാനും പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് വീട്ടിലെ ജോലിയിലും ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് കരിയർ ബാലൻസ് ചെയ്യാനുള്ള ഒരു മാർഗം. ഈ പരമ്പരാഗതമായിട്ട് പറയുന്ന ജെൻഡർ റോൾസ് ഉണ്ട്. ജെൻഡർ റോൾസ്, അതായത് ഒരു പുരുഷൻ ഇന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം, ഒരു സ്ത്രീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലേ? അങ്ങനെ വേണ്ടെന്നാണോ ജ്യോതിഷ് പറയുന്നത്? പരമ്പരാഗതമായിട്ടുള്ള ജെൻഡർ റോൾസ് പതുക്കെ മാറേണ്ട എന്നാൽ മാത്രമേ, അങ്ങനെ മാറി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കരിയറും വീടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുകയും വേണം. ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ചില കാര്യങ്ങൾ നമുക്കിപ്പോ എല്ലാ നല്ല കറികളും ഒക്കെ ഭക്ഷണം 4 തരം കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. റീനു വളരെ നല്ലൊരു കുക്കാണ്, അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും പ്ലസ് 2 ഒരു അധ്യാപിക ആയതുകൊണ്ട് കുറെ ജോലി അതിന്റെ ഭാഗമായി ചെയ്യണമല്ലോ. കാരണം ഞാൻ എൻ്റെ വീട്ടില് അമ്മയും അപ്പച്ചനും ജോലിക്കാരായിരുന്നത് കൊണ്ട് ഞങ്ങള് അങ്ങനെ ഒരു രീതിയിൽ വെൽ ട്രെയിൻഡ് ആയിരുന്നു കുട്ടിക്കാലം മുതലേ. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് അന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അമ്മ ഉണ്ടാക്കി വെക്കും, അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും പോകും. അപ്പൊ നമുക്ക് അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നും ഇല്ല. ഫ്ലെക്സിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ, റീനുവിന്റെ ജോലി ഞങ്ങൾക്ക് കുറച്ച് ദൂരെയാണ്, ഞാൻ കുറച്ചും കൂടെ അടുത്താണ്. അപ്പൊ സ്കൂളിലെ കാര്യങ്ങൾക്കൊക്കെ ഓടിച്ചെല്ലാൻ പറ്റുന്നത് എനിക്കാണ്. ശരി. അപ്പൊ ഞാൻ ആ സമയത്ത് ഇപ്പൊ ക്ലാസ് PTA ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഹാഫ് ഡേ ലീവ് എടുക്കും. ശരി. എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രയൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ റീനു അന്ന് ലീവ് എടുക്കും. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് എന്റെ ജോലിയും പ്രധാനപ്പെട്ടതാണ്, റീനുവിന്റെ ജോലിയും പ്രധാനപ്പെട്ടതാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ വേണം അല്ലേ? തീർച്ചയായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. എനിക്ക് എന്റെ ജോലിയേക്കാൾ പ്രാധാന്യം കുറവാണ് റീനുവിന്റെ ജോലി എന്നൊരു പ്രശ്നമാണ് അല്ലേ? ചില പുരുഷന്മാർ ചിന്തിക്കുക എന്റെ ജോലിയാണ് പ്രധാനപ്പെട്ട ജോലി, ഇവളുടെ ജോലി സെക്കൻഡറിയാണ്. അതെ, അങ്ങനെ ഒരു മനോഭാവം വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പറ്റിയല്ല. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു ടാസ്ക് ഡിവിഷൻ അപ്പൊ അത് ഏറ്റെടുക്കാൻ താങ്കൾക്ക് ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരു കുറച്ചും കൂടി ഒക്കെ ഞാൻ അങ്ങനെ ഓഫീസിലെ കാര്യങ്ങൾ വേറെ, വീട്ടിൽ വരുമ്പോ നമുക്ക് ആ റോൾ ഇല്ല. വീട്ടിൽ വരുമ്പോ നമ്മൾ സയന്റിസ്റ്റ് അല്ല, നമ്മൾ ടീച്ചറും അല്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. നമ്മള് ഈക്വൽ ആയിട്ട് ഉത്തരവാദിത്തം ഉള്ള ആൾക്കാരാണ്. അങ്ങനെ ചിന്തിച്ച് വേണം നമ്മള് ഈ രണ്ടുപേരും ജോലിക്ക് പോവാണെങ്കിൽ കുറെ കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടല്ലേ? ഈ പരമ്പരാഗതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ചിന്താഗതികളൊക്കെ മാറ്റണം. നമുക്ക് അങ്ങനെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതൊക്കെ അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയോ? കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ 17 വർഷമായി. നിങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ട് ഈ രണ്ടുപേരും ജോലിക്ക് പോണത്? എപ്പോഴെങ്കിലും ഒരു ചലഞ്ച് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ചലഞ്ചുണ്ട്, തീർച്ചയായിട്ടും ചലഞ്ചുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ പിള്ളേരുടെ കാര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും കുട്ടികൾക്ക് അസുഖം വരുമ്പോഴൊന്നും നമുക്ക് ചില ആവശ്യങ്ങളിലൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അപ്പൊ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ലീവ് എടുക്കുന്നു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മൾക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നു ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഫ്ലെക്സിബിലിറ്റി വേണം, ഒരു അയവ് വേണം. നമുക്ക് അങ്ങനെ നിർബന്ധ ബുദ്ധികളിലൊന്നും നടക്കില്ല കാര്യങ്ങൾ അല്ലേ? ഓക്കെ, റീനുവിന്റെ അഭിപ്രായം എന്താ? ഒരു ഭാര്യ എന്ന നിലയിൽ, ജോലിക്ക് പോകുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ, വാട്ട് ഡു യു തിങ്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ജോയിച്ചാൻ്റെ ജോലി എൻ്റെയും ജോലിയും നോക്കുമ്പം ഞാൻ കുറച്ച് ഫ്രീ ആണ്. അതായത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നത് ജോയിച്ചാനാണ്. പലപ്പോഴും സമയം കൂടുതലായിട്ട് ഓഫീസ് ചെലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായിട്ട് സെയിലിങ്ങിന് പോകേണ്ടി വരും. ആദ്യമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ജോയിച്ചാനിലുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഓഫീസിലെ ഒരു കാര്യവും വീട്ടിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യുവോ, ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഫാമിലിയിലേക്ക് വന്ന ഫാമിലി മാത്രം. ഫാമിലിയിലേക്ക് വന്ന ഫാമിലി മാത്രം. അതെ അതെ അല്ലേ? പിന്നെ ജോലിയില്ല. ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു അതെങ്ങനെ മനസ്സിലായി? അത് കാരണം വീട്ടിൽ വന്ന പിള്ളേരോടൊപ്പം കളിക്കാനും മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ ആക്റ്റീവാണ്. ഓഫീസിലെ കോൾസ് ഒക്കെ ഉണ്ടാവും, എന്നിരുന്നാൽ പോലും അതും പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഒത്തിരി വർക്ക് ലോഡ് ഉള്ളപ്പോൾ പോലും നിനക്കിത് ചെയ്യണോ, എന്നാ നീ ചെയ്തോ, ഞാൻ കുട്ടികളെ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അവരോടൊപ്പം ചെലവഴിച്ചോളാം, അങ്ങനെ പറഞ്ഞ് വളരെ സപ്പോർട്ടീവായിട്ട് പോകുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടില്ലാതെ. ഓക്കെ, അപ്പൊ ജ്യോതിഷ് ഒരു സെപ്പറേഷൻ വെച്ചിട്ടുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട് അല്ലെ? ജോലി സ്ഥലം അത് അവിടെ അല്ലെ, വീട്ടില് ഞാനൊരു കുടുംബനാഥനാണ് അല്ലെ, മക്കളെ നോക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം, അതുകൊണ്ട് രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതെ, എനിക്ക് തോന്നുന്നു ജോലി ചെയ്യുന്ന ദമ്പതികള് വീട്ടിലോട്ട് വന്ന് ആ വീടിന്റെ പടിവാതിൽക്കൽ എത്തിക്കഴിയുമ്പോൾ അവർ ജോലി മറക്കണം. അതെ, എന്നാൽ മാത്രമാണ് നമുക്ക് ഫാമിലിയോടൊപ്പം സന്തോഷകരമായിട്ട് ചെലവഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് റീനുവിന് ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് കിട്ടിയേക്കുന്ന ഒരു കാര്യം അല്ലേ? അതായത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, ഒരേറെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, രണ്ടുമേലും ബാലൻസ് ചെയ്യാനുള്ളത്. പ്രിയമുള്ളവരെ,
എപ്രകാരം കുടുംബജീവിതവും തൊഴിൽ ജീവിതവും ബാലൻസ് ചെയ്യാമെന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടുപേരും വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നത് വഴി ചില ഗുണങ്ങളുണ്ടെന്ന് ചർച്ചയിൽ വ്യക്തമായി. അവരവരുടെ കഴിവുകളെ പ്രകാശിപ്പിക്കുവാനും വളരുവാനും മാത്രമല്ല സമൂഹത്തിനൊരു സംഭാവന നൽകാനും സമൂഹവുമായിട്ട് നല്ല ബന്ധം വളർത്താനും മക്കൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജീവിക്കുവാനും കൂടാതെ സാമ്പത്തിക ഭദ്രത കൈവരുവാനും അത് സഹായിക്കും. എന്നാൽ ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരാൾ ജോലിക്ക് പോകാതിരിക്കേണ്ട ആവശ്യം വരാം. മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതവും തൊഴിൽ ജീവിതവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ കുടുംബജീവിതത്തിന് മുൻഗണന കൊടുക്കണമെന്നാണ് വ്യക്തമാകുന്നത്. ഈ വിഷയത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബം ശക്തിപ്പെടട്ടെ. ഇപ്പൊ ജോലിക്ക് ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നാലെണ്ണത്തിന് ഞാൻ മാനേജ് ചെയ്യണം. അത് ശരി. നമ്മൾ വീട്ടിലും ആള് ജോലിക്കും പോവാണ്. അപ്പൊ നമ്മളിപ്പോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ. അപ്പം ഐഡിയലായി ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ കോംപ്ലിമെന്റ് ചെയ്യണം. ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ജോലിയും കുടുംബജീവിതവും തമ്മിൽ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കോംപ്ലിമെന്ററി റോള് അല്ലേ പരസ്പരം. ഭർത്താവായാലും ഭാര്യ ആയാലും ഒരു സൈലന്റ് ലിസണർ മതി. ചിലപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അതായത് നമ്മളിങ്ങനെ കുടുംബത്തിൽ വന്നു കഴിയുമ്പം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം ഒന്ന് സൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം അത് മാറാം. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ സംഭവത്തിൽ അവിടെ വരുന്ന ഒത്തിരി ആൾക്കാരെ അല്ലെങ്കിൽ ആ എല്ലാവരെയും കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരാള് വന്നത് ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ്, കുറെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതെ അതെ, ഓപ്പൺ ആയിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ അത് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടു കൂട്ടർക്കും യാതൊരു പേടിയും വേണ്ടല്ലേ. എന്റെ അഭിപ്രായം അതാണ്.